നിതിലൻ സ്വാമിനാഥൻ ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതൊരു ഡയറക്ടറാണ്. വിജയ് സേതുപതി അത് കേട്ടിട്ടില്ലേ? അതിനെ കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ വിജയ് സേതുപതിൻ്റെ 50ാമത്തെ സിനിമയാണ് മഹാരാജ. മഹാരാജയുടെ ഡയറക്ടർ പേരാണ് നിതിലൻ സ്വാമിനാഥൻ. അദ്ദേഹം കുരങ്ങുബൊമ്മ എന്ന സിനിമയ്ക്ക് ശേഷം, കുരങ്ങുബൊമ്മ എന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല, അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ തിരക്കഥ എന്നൊക്കെ പറയുന്നത് അതൊരു ചെറിയ കളിയല്ല, അതൊരു വലിയ വലിയ കളിയാണ്. ഒരു സിനിമയുടെ നെടുന്തൂണെന്ന് പറയുന്നത് തന്നെ തിരക്കഥയാണ്. അപ്പോൾ വർഷങ്ങളെടുത്ത് എഴുതി ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ഈ മഹാരാജ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിതിലൻ സ്വാമിനാഥന് ഒരുപാട് കയ്യടി കൊടുക്കേണ്ട ഒരു സിനിമയാണ് ഈ മഹാരാജ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു കാര്യം പറയാം. ഒരു സിനിമ തുടങ്ങി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് സുഹൃത്തുക്കൾ വന്ന് എൻ്റെ പുറകത്തെ സീറ്റിലാണ് ഇരുന്നത്. അവർ സിനിമ തുടങ്ങി ഒരു 10-20 മിനിറ്റ് പിന്നെ കഴിഞ്ഞിട്ടും അവർ പറയുകയാണ്, ഈ സിനിമ ഒന്നും മനസ്സിലാണെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത്. സിനിമ തുടങ്ങി എഴുതി കാണിക്കൽ മുതൽ കാണുന്ന നമുക്ക് വരെ സിനിമയിൽ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കണം. പിന്നല്ലേ 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ ആരും ഒരു മിനിറ്റ് പോലും വൈകാതെ, അതായത് തിയേറ്ററിൽ വൈകാതെ, ആ ഒരു സീന് പോലും വൈകി കഴിഞ്ഞാൽ, കാണാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമേൻ്റെ എന്താണ് സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഈ സിനിമ കാണാൻ പോകുന്നവരോട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തിയേറ്ററിൽ എത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇനി സിനിമയുടെ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ആദ്യം നമുക്ക് പോസിറ്റീവിനെ കുറിച്ച് പറയാം. ആദ്യം തന്നെ പറയേണ്ടത് നമ്മുടെ വിജയ് സേതുപതിൻ്റെ അഭിനയം. പല എന്താ പറയല്ലേ, നമ്മൾ ഈ ചൈനക്കാരൻ മൊത്തമൊക്കെ നോക്കില്ല, ഒരേ ഭാവമല്ലേ അവർക്ക്. അതേപോലെ തന്നെയാണ് ഇതിൽ ഒരുപാട് എക്സ്പ്രഷനൊന്നും ഇടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇങ്ങനെ കട്ട തീയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാറ്, വിജയ് സേതുപതി സാറ്. അപ്പോൾ മൂപ്പര അഭിനയത്തിനെ കുറിച്ചൊന്നും കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാലും എനിക്കൊന്നും പറയാനില്ല, കാരണം അതങ്ങനെയാണ്. അവന് പോട്ടെ. രണ്ടാമത്തേത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നൊക്കെ പറയുമ്പോൾ അതൊരു മറ്റൊരു രീതിയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. തുടക്കത്തിൽ തന്നെ കുറച്ച് ഒരു സെൻറ്റിമെൻറ്റ്സ് BGM ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ആ സിനിമയിലേക്ക് വല്ലാണ്ടാണ്ട് ആകർഷിച്ച് പോകുന്ന രീതിയിലാണ് അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല തിയേറ്ററിൽ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കട്ടെ, അത് വേറെ കാര്യം. പിന്നെ പറയാനുള്ളത് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ വില്ലൻ അനുരാഗ് കശ്യപ്. അപ്പോൾ കൂടുതലൊന്നും പറയണില്ല, വളരെ മനോഹരമായിട്ട് ചെയ്ത ഒരു വില്ലൻ വേഷം. ഇനിയും ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. എന്ത് പറയുന്നു അതൊക്കെ പോസിറ്റീവാണ്. അപ്പം ഇനി നെഗറ്റീവിനെ കുറിച്ച് പറയാൻ മതി. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റടികരം മൂന്നടക്കി. അപ്പോൾ അതുകൊണ്ട് ഞാനെന്നല്ല, എനിക്കെന്നല്ല, ആർക്കും ഒന്നും പറയാനില്ലാത്ത ഒരു സിനിമയാണത്. ഈ സിനിമ തുടങ്ങി അവസാനം വരെ ഒരൊറ്റ ഇരിപ്പാണ്. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. ഇനി എന്ത് സംഭവിക്കും, എന്തൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത്, നമുക്കൊന്നും മുൻകൂട്ടി കാണാൻ പറ്റില്ല. അത്രയും കണ്ണിങ് ആയിട്ടാണ് ഇതിൻ്റെ തിരക്കഥ രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും പറയാൻ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആകാംക്ഷയോടൊക്കെ എല്ലാം കണ്ട്, ഇടയ്ക്ക് കുറച്ച് കോമഡി വരുന്നുണ്ട്, അതൊക്കെ കണ്ട് കൈയടിച്ച് ഓവറായിട്ട് ഓഡിയൻസ് ഫുൾ സൈലൻറ്റ് മൂഡാണ്. ഫുൾ സൈലൻറ്റ് മൂഡിൽ ആകാംക്ഷയോടെ ഇരുന്ന് സിനിമ കഴിഞ്ഞ് എഴുതി കാണിക്കുമ്പോൾ ഒരു കയ്യടി വരുന്നത്. കാരണം ചില സീനിലൊക്കെ വരുമ്പോൾ നമുക്ക് കൈയടിക്കണമെന്ന് തോന്നുമെങ്കിലും അടുത്ത സീൻ എന്താണ് സംഭവിക്കുക എന്നുള്ള ആകാശത്തോടെ നമ്മളിത് നോക്കിയിരിക്കുമ്പോൾ കൈയടിക്കാൻ മറന്നുപോകും. എന്തായാലും സിനിമ കഴിഞ്ഞപ്പോൾ ഒരാളിടപെടാതെ എല്ലാവരും കൈയടിച്ചിറങ്ങിയ സിനിമയാണ് കുറേ കാലത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ആസ്വദിച്ച് കണ്ട് ദൃശ്യമൊക്കെയാണ്. കാരണം ഇനി എന്ത് സംഭവിക്കും, എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ആ ഒരു ലെവലിലാണ് ഈ ഒരു സിനിമേൻ്റെ കഥ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കാണണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ OTTക്ക് വേണ്ടി കാത്തിരുന്ന് കഴിഞ്ഞാൽ തിയേറ്ററിൽ മിസ്സാകുന്ന ഒരു വലിയൊരു സിനിമയായിരിക്കരുത്. അപ്പോൾ എന്തായാലും പോയി കാണുമ്പോൾ ഒരു മിനിറ്റ് പോലും നേരം വൈകരുത്.